തന്നെ. പിന്നത്തെ അവിടുത്തെ മുടിക്കായിട്ടൊരു പ്രത്യേകത ഇതാണ് ഇവന്റെ ആശയം. അതിന്റെ കൂടെ സുന്നികൾ ആരും കിട്ടും തോന്നുന്നില്ല. എന്നാ കേൾക്കണോ, ഒരു കൂട്ടർക്ക് സുന്നികൾ തന്നെ. ഇപ്പൊ അടുത്ത് ഒരു കൂരിയാട്ടുകാരനായ ഒരു ഫൈസി ഓൻ തിരിഞ്ഞിരിക്കുന്നു ഷഹർ മുബാറക്കിന്റെ നേരെ. എടോ, നിനക്ക് നിന്റെ പണി നോക്കിയാ പോലെ എന്താ ഇതിനൊക്കെ പറയാ. എന്നിട്ട് പറയാണ് ഖസ്റജി ഇവിടെ ഷഹർ മുബാറക്ക് എബി ഉസ്താദിന് കൊണ്ടുവന്നു കൊടുത്ത് സനദൊക്കെ പറഞ്ഞ് ഖസ്റജി കുറച്ചു കൊല്ലം മുമ്പ് UAE വലിയ സമ്മേളനം ഉണ്ടാക്കിയിട്ട് അയാള് ആയിരക്കണക്കിന് കൂടി വന്നവർക്കൊക്കെ കൊടുത്തിരുന്നു. ഇങ്ങനത്തെ ഒരു പച്ച കള്ളം ദുനിയാവിൽ മനുഷ്യൻ പറയും. UAE മൂപ്പര് മാത്രം മൂപ്പര് വർക്കത്ത് കണ്ട UAE തന്നെ എവിടെ നിങ്ങളെ ഈ ഇരിക്കുന്ന സാഹസിലുള്ള പകുതി ആൾക്കാർ UAE മനുഷ്യന്മാരാണ്. UAE അടുത്ത് ഇയാൾ ചെന്ന നേരത്തെ ഭയങ്കര ഒരു സമ്മേളനം ഉണ്ടായിരുന്നു. എന്നിട്ട് അവിടെ ആയിരക്കണക്കിന് മുടി എല്ലാവർക്കും ഇവനെ കൊടുക്കുക. കിട്ടിയതില്ല, കിട്ടിയ ഒറ്റ മനുഷ്യനില്ല, ഇവനക്കും കിട്ടിയിട്ടില്ല. നിനക്കൊക്കെ എന്റെ കുതവി ഉണ്ടാക്കി ഇരുന്നൂടെ പിശാചേ. എന്നെ നോക്കുങ്ങൾ എന്തൊരു കഷ്ടമായിരിക്കും തമ്പുരാനെ. മകൻ മരിച്ചിട്ടെങ്കിലും മരുമകളെ കണ്ണീര് കാണുന്ന പറഞ്ഞു എന്ന് പറഞ്ഞ മാതിരി എങ്ങനെങ്കിലൊക്കെ റസൂലുള്ളാഹിനെ ഒഴിവാക്കിയിട്ടാലും പടില്ലേ ഏപ്പിനെ എങ്ങനെങ്കിലും ശരിയാക്കണം. ഇതുണ്ട് ശരിയാണ്. അത് പന്തുമ തട്ടിയ മാതിരി മോൾക്ക് ഒത്തു ചെയ്യും. നമ്മൾ ചിന്തിച്ചു നോക്കിങ്ങള്, ഒരു മനുഷ്യന് 10 വരുമ്പോട്ട് പക്ഷെ തന്റെ വിഭാഗത്തിന്റെ പത്രം വരെ ആ റിപ്പോർട്ടൊന്നും കൊടുത്തില്ല. പിന്നെ ജമാഅത്തെ ഇസ്ലാമിക്കും നമ്മുടെ പൂജസ്വനും തേജസ്വനൊക്കെ പിന്നെ അത് അങ്ങനെയാണല്ലോ. അതിന് അതിനായിട്ട് പടക്കപ്പെട്ട പിശാചികളാണ്. അതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. കോതക്ക് ഡാഷ് പാട്ട് എന്ന് പറഞ്ഞ മാതിരി നമ്മൾ പോയി കിടക്കിടില്ല. റസൂലുള്ളാഹി തങ്ങളുടെ ഷഹർ മുബാറക്ക് ഏപ്പിന്റെ കയ്യിൽ വരൂല. ഒരു വിദ്വാന്റെ പ്രസംഗത്തിന് കേട്ട് ഷഹർ മുബാറക്കൊക്കെ ഉണ്ട്, പക്ഷെ അത് ഏപ്പിക്ക് വരൂല. മുപ്പര് സഹീൽ ബുഖാരിയിലേക്ക് കണ്ട മാതിരി അങ്ങനെ ഏപ്പിക്ക് അത് കിട്ടൂല. എന്തൊക്കെയാണെന്ന് പറയുന്നത് പോകട്ടെ, അതിലേക്കൊന്നും നമ്മൾ വല്ലാതെ കടന്നു പോകുന്നത് നമ്മുടെ പ്രസംഗത്തിന് വേറെ വഴിക്ക് പോയി റസൂലുള്ളാഹിന്റെ മതങ്ങൾ പറയണ്ട. ഇപ്പൊ അടുത്ത് ചാലിയത്തുലിയങ്ങായി പറഞ്ഞു ഷഹർ മുബാറക്ക് അങ്ങനൊന്നും. തമിഴ്നാട്ടിലൊക്കെ എല്ലാവരും കൈക്കലുണ്ട്. എല്ലാവരും കൈക്കലും ഷഹർ മുബാറക്ക്. തമിഴ്നാട്ടിലെ മൊത്തം ഷഹർ മുബാറക്ക്. തമിഴ്നാട് തന്നെ ഷഹർ മുബാറക്ക്. എന്താ ഇതിനൊക്കെ പറയാ. എന്നാ ഒന്ന് കൊടുത്തിട്ട് ഇവിടെ ഏതെങ്കിലും ഇവിടെ കുറെ സ്ഥലം ഉണ്ടല്ലോ ഉണ്ടാക്കിയിട്ടത്, അവിടെ ഓടെങ്കിലും ഒന്ന് കൊടുത്തൂടെ. ഒരു തമിഴ്നാട്ടിന്റെ ഏതെങ്കിലും മൂലക്കെന്ന് എവിടുന്നെങ്കിലും കുറെ ഉണ്ടല്ലോ തമിഴ്നാട്ടിൽ നിന്ന് വന്നാണ് നീണ്ട കുപ്പായം വലിയ കുപ്പായൊക്കെ വന്നിട്ട് ഇരിക്കുന്നുണ്ടല്ലോ. ഒന്ന് എവിടെ എവിടെങ്കിലും ഒക്കെ കൊടുത്തിട്ട് ചെമ്മാടോ അല്ലെങ്കിൽ ഏതെങ്കിലും മാടുകളോടത്ത് കൊണ്ടാക്കിക്കൂടെ. അല്ലെങ്കിൽ പട്ടി കാടോ അല്ലെങ്കിൽ പൂച്ചക്കാടോ അല്ലെങ്കിൽ ചെമ്മാടോ എവിടെങ്കിലും ഒരു മാടുള്ള സ്ഥലത്താക്കിക്കൂടത്. അല്ല നോക്കിയത് പറയിപ്പിക്കല്ലേ ഇത്. മുത്തുനബിയുടെ ഷഹറിനെ സംബന്ധിച്ച് പരിഹസിക്കുക. നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെ സ്ഥാപനങ്ങളെ മോശാക്കാൻ വേണ്ടിയുള്ള പരിപാടിയല്ലേ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഷഹർ മുബാറക്കിനെ സംബന്ധിച്ച് മഹാനായ അബ്ദുൽ ഗനി നാബൽസി പറയുന്നു, ഗുലാം മുഹമ്മദ് എന്ന് പറയുന്ന മദീനയിലെ ഒരു മുദർരിസിന്റെ ക്ലാസ് ഞാൻ കേട്ടു. ആരായി ഗുലാം മുഹമ്മദ്? ഇന്ത്യക്കാരനാ. അബ്ദുൽ ഗനി നാബൽസി കാലങ്ങൾക്ക് മുമ്പ് എഴുതുന്നു. ഇമാം യൂസുഫിന്റെ മഹാനത്തിന്റെ ജവാഹിറുൽ ബിഹാറിൽ ഇത് ഉദ്ധരിക്കുന്നു. അതിന്റെ 4-ാം വാല്യം പരിശോധിച്ചു നോക്ക്. എന്റെ കയ്യിലുള്ള കിതാബ് അതിൽ കാണാം. അതാ ഇന്ത്യയിലെ റിപ്പോർട്ട് അബ്ദുൽ ഗനി നാബൽസി മദീനയിൽ നിന്ന് കിട്ടിയത് തന്നെ പറയുന്ന വാക്ക് എന്താ? ഇന്ത്യയിൽ ചില ആളുകളുടെ കയ്യിൽ റസൂലുള്ളാഹിന്റെ ഒരു ഷഹർ മുബാറക്കുണ്ട്, ചില ആളുടെ കയ്യിൽ 2 ഉണ്ട്, ചില ആളുടെ കയ്യിൽ 3 ഉണ്ട്, ചില ആളുടെ കയ്യിൽ 20 ഒക്കെയുണ്ട്. അത് റബീഉൽ അവ്വലിൽ പ്രദർശിപ്പിക്കപ്പെടും. അത് ആളുകൾ കാണും. സ്വലാത്തും ചൊല്ലി ദിക്റും ചൊല്ലി അതേ ആളുകളൊക്കെ ബഹുമാനിക്കാറുണ്ട്. പഴയകാലം മുതലുള്ള സംഭവമാണ് ഈ പറയുന്നത്. മുത്തുനബി അബൂ തൽഹ തങ്ങളെ ഏൽപ്പിച്ച ഷഹർ മുബാറക്ക്, അതൊക്കെ ഹദീസിലേക്ക് കടക്കാൻ ടൈമില്ല. നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ റസൂലിന്റെ ആധാറുകൾ
അവിടുത്തെ ഉമിനീരിന് വേണ്ടി സ്വഹാബത്ത് തിക്കും തിരക്കും കൂടി ജാബിർ തങ്ങളെ വീട്ടിൽ ചെന്നിട്ട് അതാ അബ്ദുൽ ഗനി നാബൽസി പറയുന്ന മറ്റൊരു വാക്ക് കാണാം, ഈ ഷഹർ മുബാറക് യതഹറകു ബിനഫ്സിഹി, സ്വയം അനങ്ങും, അത് ചെകവരും, അത് നീളും, അത് അനങ്ങും, അതിന് ജീവനുണ്ട്. റസൂലുള്ളാഹിന്റെ ഷഹർ മുബാറക്കിന് പ്രത്യേക ജീവനുണ്ട്. മനസ്സിലാക്കണം നമ്മള്. അത് ഷരീഫായ ശരീരത്തിലുള്ള എല്ലാ സാധനങ്ങൾക്കും ജീവനുണ്ട്. മുത്തുനബിയോട് ബന്ധപ്പെടുന്ന എല്ലാ സാധനത്തിനും ആത്മാവുണ്ട്. റസൂലുള്ള കാലുവെച്ച മിമ്പർ സംസാരിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. റസൂലുള്ള കാലുവെച്ച പർവ്വതം സംസാരിച്ചിട്ടുണ്ട്, സഹീഹ് ബുഖാരിയിലുണ്ട്. റസൂലുള്ളാഹി തങ്ങള് ബന്ധപ്പെട്ടതായ കഴുത സംസാരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങള് ബന്ധപ്പെട്ടതായ ഉടുമ്പ് സംസാരിച്ചിട്ടുണ്ട്. റസൂലുള്ള ബന്ധപ്പെട്ട ഒട്ടകം സംസാരിച്ചിട്ടുണ്ട്. റസൂലുള്ള ബന്ധപ്പെട്ടതായ മരങ്ങൾ ഷഹാദത്ത് ചൊല്ലിയിട്ടുണ്ട്. റസൂല പിടിച്ച കല്ല് ഷഹാദത്ത് ചൊല്ലിയിട്ടുണ്ട്. ആയിരം 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 സംഭവങ്ങൾ നബിതങ്ങളോട് ബന്ധപ്പെട്ട എല്ലാ സാധനത്തിനും വലിയ പുണ്യമുണ്ട്, വലിയ വളർച്ചയുണ്ട്, ആത്മീയതയുണ്ട്, ആത്മാവുണ്ട്. അത് സാധാ സാധനമല്ല. സ്വഹാബത്ത് അങ്ങനെ വിശ്വസിച്ചിട്ടില്ല, അയിമ്മത്ത് അത് വിശ്വസിച്ചിട്ടില്ല, മുസ്ലിം ഉമ്മത്ത് അങ്ങനെ വിശ്വസിച്ചിട്ടില്ല. അവരൊക്കെ വിശ്വസിച്ചത് അത് നമ്മെ പോലെയല്ല എന്നാണ്, അത് വലിയതാണെന്നാണ്, അതിന് മഹത്വമുണ്ടെന്നാണ്, അതിനൊക്കെ ജീവനുണ്ടെന്നാണ്. അങ്ങനെയാണ് മുസ്ലിം ഉമ്മത്ത് ബഹുമാനിച്ചത്. അതുകൊണ്ട് തന്നെ ജാബിർ തങ്ങളോട് പറയുന്നു, ഞാൻ വരാം, അതിനുശേഷമായിരിക്കട്ടെ പാത്രം തുറക്കുന്നത്. ആ പാത്രം തുറന്നുകൊണ്ട് റസൂലുള്ള അതിലേക്ക് അവിടുത്തെ ഉമനീര് കൊടുക്കുന്നു. സ്വഹാബത്ത് വരുന്നു, അതായിരിക്കുന്നു 20 പേർ, പിന്നെയും 20, പിന്നെയും 20. മുഴുവൻ ആളുകളും ഭക്ഷണം കഴിക്കുന്നു. എന്നിട്ടും അല്പം ഭക്ഷണം പോലും കുറഞ്ഞിട്ടില്ല. സഹീഹായ ഹദീസ് അബൂ നുഐം റിപ്പോർട്ട് ചെയ്യുന്നു. എല്ല് പൊട്ടിക്കരുത് എന്ന് റസൂല പറഞ്ഞിട്ടുണ്ട്. ഒറ്റ പാത്രത്തിൽ തന്നെ കഴിക്കുന്നത്, ഒറ്റ പാത്രത്തിൽ തന്നെ, ആ പാത്രത്തിൽ കുറയുന്നില്ല. അതല്ല ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞത്, വമിനൽ യസീരി സഖാവ അത്അമ ജൈശഹു ഹത്ത തഫവയസി റുഹുലം യംഫദി. അല്പം ഭക്ഷണത്തിൽ നിന്ന് എത്ര ആളുകൾക്കാണ് റസൂലുള്ളാഹി തങ്ങൾ ഭക്ഷിപ്പിച്ചത്. അല്പം വെള്ളത്തിൽ നിന്ന് എത്ര ആളുകളുടെ ദാഹമാണ് നബി തങ്ങൾ തീർത്തത്. ഈ നിർത്തം നിന്ന് നബി തങ്ങൾ കൊടുത്തതായ വെള്ളം, നബി തങ്ങൾ കൊടുത്തതായ ഭക്ഷണങ്ങളെ പറ്റി മാത്രം എത്ര ടൈം പറയാനുണ്ട്. സുബ്ഹാനല്ലാഹ്, കേൾക്കണോ? അബൂ നുഐം റിപ്പോർട്ട് ചെയ്യുന്നു, കൂട്ടിച്ചേർക്കുന്നു റിപ്പോർട്ടിൽ കാണാം. അബൂ നുഐം റിപ്പോർട്ട് ചെയ്യുന്നു, ഈ മാംസങ്ങളൊക്കെ ഭക്ഷിച്ചു കഴിഞ്ഞ് എല്ലാവരും നിൽക്കുമ്പോൾ അതാ ഇറച്ചികളൊക്കെ പോയ എല്ലുകളുണ്ട്. ആടിന്റെ ഈ എല്ലുകൾ മുഴുവനും അവിടുത്തെ തിരുകൈ കൊണ്ട് കൂട്ടിവെച്ചുകൊണ്ട് കൈ അതിന്റെ മേൽ അടിച്ചുകൊണ്ട് പറയുന്നു, നീ എഴുന്നേറ്റ് പോകണം. ഉടനെ തന്നെ അതാ ആ എല്ലുകൾ പെട്ടെന്നും സടകുടഞ്ഞ് അതാ ആ എല്ലതാ ഒരു ആടായിത്തീരുന്നു. അവിടുന്ന് ചാടുന്നു ആട്. ജാബിർ തങ്ങൾ അമ്പരക്കുന്നു, ഭാര്യയെ വിളിക്കുന്നു, നോക്കൂ, മുത്തുനബിതങ്ങൾ ആ എല്ലിൽ കൈവച്ച് ആടാക്കിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, നമ്മളുടെ ആടിന്റെ ഐന് തന്നെ അത്, നാം അറുത്ത ആട് തന്നെയാണല്ലോ അത് എന്ന് പറഞ്ഞു. ആ ആട് ആ കുടുംബം പോറ്റിയിരുന്നു. രണ്ടാമത് വന്ന ആട് കോഴിയുടെ മുള്ളോട് കുകന്ന് ചൊന്നാരെ കൂശാതെ കൂക്കിപ്പറപ്പിച്ച് വിട്ടോവർ. നോക്ക് നിങ്ങൾ, ഖതാദത്ത് തങ്ങളുടെ കണ്ണ് ചുളപ്പറഞ്ഞ് തന്റെ കവിളിലേക്ക് വന്നിരിക്കുന്നു. ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്നു, ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്നു, ഇമാം നൂറുദ്ദീൻ ഹൈതമി ഇവിടുത്തെ മജ്മുഅ സവായിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ആ കണ്ണിനെ ആ സ്ഥാനത്തേക്ക് വെച്ചിട്ട് റസൂൽ തടകി. ഹദീസിൽ കാണാം, ഫകാന അഹ്സന ഐനൈഹി, രണ്ട് കണ്ണിൽ നിന്ന് അപകടം പറ്റിയ കണ്ണായിരുന്നു തന്റെ കണ്ണുകളിൽ നിന്ന് ഏറ്റവും നല്ല കണ്ണായത്. ഹദീസാണത്. ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്നു. ഹബീബ് ഇബ്നു ഫുദൈക്ക് പറയുന്നു, എന്റെ ഉപ്പ പറഞ്ഞു, റസൂലുള്ളാഹിനെ കൊള്ളൊന്ന് എന്റെ കൈ പിടിച്ചു കൊണ്ടോണം. ഇപ്പൊ എന്റെ കണ്ണിന്റെ കൃഷ്ണമണി അങ്ങ് നട്ടപ്പെട്ട് വെളുത്തുപോയി. രണ്ട് കണ്ണും വെളുത്തു. ഒന്നും ഉപ്പ കാണൂല. കയ്യും പിടിച്ച് ഇലാ ഹദറത്തി റസൂലില്ലാഹ്, നബി തങ്ങളോട് പറയുന്നു, നബിയെ ഞാനൊന്നും കാണുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ അതാ അവിടുത്തെ ഉമിനീര കണ്ണിലങ്ങ് തേച്ചു കൊടുക്കുന്നു. ഹദീസിൽ കാണാൻ ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്നു, ഫുദൈക്ക് തങ്ങളുടെ കണ്ണങ്ങ് വെളുത്തിട്ട് അതിന്റെ കാഴ്ച തിരിച്ചു വരുന്നു. റസൂലുള്ളാഹിന്റെ ഉമിനീര് തട്ടിയിട്ട്, ഓ അബ്ദുല്ലാ, നിനക്ക്
നിനക്കറിയുമോ ഈ കാര്യം? അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമിനീരിന്റെ പ്രത്യേകത നോക്ക്. നിന്റെ ഉമിനീര് തട്ടി എങ്ങനെ ഉണ്ടാവും? അള്ളാന്റെ റസൂലിന്റെ ഉമിനീർ നമ്മുടെ ഉമിനീരല്ല, ലോകത്തൊരു വലിയന്റെ ഉമിനീരല്ല. അതിനേക്കാളൊക്കെ പരിമളമുള്ള, അതിനേക്കാളൊക്കെ സിദ്ധൌഷധമാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമിനീർ. ആ ഔഷധമാണെന്ന് സ്വഹാബത്ത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് നബിതങ്ങളരികിൽ ചെന്നതും നബിതങ്ങൾ ആ ഔഷധം നൽകിയതും. ആ കണ്ണിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹബീബ് തങ്ങൾ പറയുന്നു, അതാ ഹബീബിന് ഹുദൈഖിന്റെ റിപ്പോർട്ട് ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്നു, ഫകാന യുദ്ഖിലുൽ ഖൈത ഫീ ഫിൽ ഇബ്റ വഹുവ ബിനു 80 വയസ്സ് എന്റെ ഉപ്പക്കുണ്ട്. ആ ടൈമിൽ തുണിയും കുപ്പായം കീറിയാൽ തുന്നുമ്പോൾ ആ സൂചിയുടെ പാലത്തിന്റെ ഉള്ളിലേക്ക് നൂലോട്ടാൻ ഞങ്ങളാരെയും ഉപ്പ വിളിക്കാറില്ല. ഉപ്പ തന്നെ ഉപ്പയുടെ കണ്ണുകൊണ്ട് നോക്കി ഓട്ടുന്നതാണ്. 80 വയസ്സായിട്ട് കണ്ണിന് കാഴ്ച. റസൂലുള്ളാഹി ഉമിനീര് കൊടുത്തതാണ്. സൂചിയുടെ പാലത്തിലേക്ക് നൂലോട്ടുക എന്നുള്ളത് സാധാരണ ഇപ്പൊ ഈ പ്രായത്തിലിരിക്കുന്ന ആൾക്കാർക്ക് തന്നെ പ്രയാസം വരും. കണ്ണാടക്കാതെ വയ്ക്കൂല. ഞാൻ തന്നെ ഈ കുടി ഓട്ടിന്റെ ഈ കുടിയാ വരുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട് എത്ര ചെറുപ്പം സ്വരൂപം എന്നിട്ട് ഇത് നോട്ടിക്കാൻ എന്നിട്ട് അറിയില്ല. 40 വയസ്സായ മതി. നമുക്ക് തന്നെ ഇപ്പൊ പിടുത്തം കിട്ടൂല. എനിക്ക് ഇവിടുക്ക് നോക്കിയാൽ ഇവിടെ 2 ഓട്ടി, അവിടെ 4 ഓട്ടി, കടയിൽ കൂടെ ഓട്ടുക. മുത്തുനബിയുടെ ബർക്കത്താത് വിശാദേ ഇജ് റസൂലുള്ളാഹി തങ്ങളെ പറ്റി പഠിച്ചിട്ടുണ്ടോ? ഒരു മനുഷ്യന് അബ്ദുള്ള എന്നാണല്ലോ പേര്. അതിനൊക്കെ ആരെ വധഭീഷണി ആരെ പറഞ്ഞു നമ്പുരാൻ? അതിന് അവനൊന്നും ചെയ്തിട്ട് ഈ നാട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ജീവിക്കാനുള്ളതാണ്. ഇവിടെ ആരും ഒന്നും ചെയ്യരുത്. ഇവിടെ എല്ലാവരും അവനവന്റെ ആശയം പറയാൻ സൗകര്യമുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങളാ പറഞ്ഞില്ലേ, മൂക്കിന് മുമ്പിൽ കൈയെട്ടാതെ പ്രസംഗിക്കാനുള്ള അവകാശം ഇവിടെ ഉണ്ട്. മാല കീറിയിട്ട് വലിയ കാര്യം. മാല കീറി ഇവിടെ സുന്നി പോകുന്ന മനസ്സിലാക്കി. എന്ത് മനസ്സിലാക്കി? മാലമല സുന്നി മാല കീറിക്കണോടാ. ഇവിടത്തെ സുന്നികളുടെ 3 പ്രധാന കവാടങ്ങൾ നശിപ്പിച്ചു. ഔസിയ മസ്ജിദിലെ ഒരു കവാടം, അവിടെ ഏതോ ഒരു പിശാചിന് ചെലവാകാത്ത ബ്ലേഡ് ഉണ്ട്. എടാ അത് എന്നെ കൊണ്ട് പറയിപ്പിക്കട്ടെ. ഡോന്റെ പരിപാടി അതിന് ബ്ലേഡ്